സുഹൃത്തുക്കളെ, ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട റോഡ് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു റോഡായിരുന്നു തൃശ്ശൂർ കുന്നുകുളം റോഡ്. ആ റോഡിന്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. 98% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ദൂരത്തിൽ 4 വരിയിലും പെരുമ്പിലാവ് വരെ 2 വരിയിലായിട്ടാണ് ഈ ഒരു പാത കടന്നു പോയിട്ട്. SH69 പെരുമ്പിലാവ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് വേറെ വന്നിട്ടുണ്ട്. ഏതായാലും കുന്നംകുളം മുതൽ പെരുമ്പിലാവ് വരെ റോഡ് റീടാറിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട റോഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ തൃശ്ശൂർ കുന്നംകുളം റോഡ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല കേട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അതെ, ഒരുപാട് ആളുകൾ തെറി പറഞ്ഞ് യാത്ര ചെയ്തിരുന്നൊരു റോഡാണ് തൃശ്ശൂർ കുന്നംകുളം റോഡ്. തൃശ്ശൂർ മുതൽ കുറ്റിപ്പുറം വരെ സഞ്ചരിക്കുമ്പോൾ പെരുമ്പിലാവ് വരെ റോഡ് ഏകദേശം ഓക്കെ ആയിരുന്നു. മലപ്പുറം ജില്ലയായിട്ട് കഴിഞ്ഞ് ചങ്ങരകുളമൊക്കെ കഴിഞ്ഞ് പെരുമ്പിലാവ് അങ്ങോട്ട് എത്തിക്കാന്നുണ്ടെങ്കിൽ റോഡിന്റെ തനി സ്വഭാവം അറിയാൻ പറ്റും. ഇതിലൂടെ യാത്ര ചെയ്തിരുന്ന ആളുകൾ ചിലപ്പോൾ തെറി പറയാതെ ഇതിലൂടെ പോയിട്ടുണ്ടാവില്ല. അത്രക്കും മോശമായിരുന്നു. ഏതായാലും കുന്നംകുളത്തിനും പെരുമ്പിലാവിനും ഇടയിലുള്ള റോഡ് റീടാറിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ട്. തൃശ്ശൂർ കുന്നംകുളം പാത ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു സംസ്ഥാന പാതയാണ് തൃശ്ശൂർ കുന്നംകുളം ഹൈവേ. SH69 സ്റ്റേറ്റ് ഹൈവേ ആണ്. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, വയനാടുള്ള ആളുകളൊക്കെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് പോകാനും കൊച്ചി, എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകാനും വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന പ്രധാന ഒരു സംസ്ഥാന പാതയാണ് ഈ കാണുന്ന SH69. നമ്മളിപ്പോൾ തുടങ്ങുന്നത് ഈ ഒരു നെസ്റ്റോൻ്റെ ഭാഗത്തു നിന്നാണ്. ഇവിടെ നിന്നാണ് 4 വരിയായിട്ട് ഈ ഒരു പാത കടന്നു പോകുന്നത്. കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് റോഡുകളും കുറച്ച് ഭാഗത്ത് സാധാ ബിറ്റുമിൻ റോഡുകളും പിന്നെ ചില സ്ഥലത്ത് 1.5 വരിയുണ്ട്. ചില സ്ഥലത്ത് 4 വരിയിലായിട്ടാണ് പാത കടന്നു പോകുന്നത്. 1.5 വരി പറഞ്ഞാൽ ഒരു സൈഡിൽ 1.5 വരി കേട്ടോ. അങ്ങനെയൊക്കെ പല വിധത്തിലാണ് ഈ ഒരു പാത കടന്നു പോകുന്നത്. ആ കാണുന്നതാണ് തൃശ്ശൂർ നഗരം. തൃശ്ശൂരിൻ്റെ മണ്ണിലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട റോഡായിരുന്ന SH69 കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെ കൂടിക്കൊള്ളു കേട്ടോ. ശോഭ മാളിൻ്റെ ഈ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് റോഡാണ്. പാടത്തിന് നടുവിലൂടെ നേരെ പോകുന്ന റോഡ്. അപ്പോൾ ഈ ഒരു വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊക്കെ കെട്ടിപ്പൊക്കിയിട്ടാണ് പുതിയ പാത നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് കാലം, ഏകദേശം തോന്നുന്നു വർഷങ്ങളോളം ഇതിലൂടെ യാത്ര ചെയ്തിരുന്ന ആളുകൾ ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. ആദ്യം പണി ഏറ്റെടുത്തിരുന്ന കരാറുകാരൻ്റെ അനാസ്ഥ മൂലമാണ് ഈ ഒരു പാതയുടെ നിർമ്മാണം അല്ലെങ്കിൽ റീബിൽഡ് ഇത് രണ്ടാമതുള്ള ഈ ഒരു പണി ഇത്ര വൈകിയത് എന്ന് അറിയാൻ സാധിച്ചു. കരാറുകാരൻ്റെ അനാസ്ഥയും ചില ഉദ്യോഗസ്ഥന്മാരുടെ ഗഡുകാരിസ്ഥത അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ മനോഭാവം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ ഈ ഒരു പാത ഇത്ര ദുരിതം അല്ലെങ്കിൽ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഒരുപാട് കാലം ദുരിതം അനുഭവിച്ചു. ഈ ഒരു നെസ്റ്റോയുടെ ഭാഗം വരെയാണ് 4 വരിയിൽ പാത കടന്നു പോകുന്നത്. പൂർണ്ണമായിട്ടും പെരുമ്പിലാവ് വരെ അല്ലെങ്കിൽ കുന്നംകുളം വരെ 4 വരിയിലല്ല പാത കടന്നു പോകുന്നത്. ചില ഭാഗത്ത് കോൺക്രീറ്റ് റോഡുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഭാഗത്ത് ബിറ്റുമിൻ റോഡുകളാണ്. കുറച്ച് പണി ഉണ്ടായിരുന്നത് ഇവിടെയാണ്. ഈ ഒരു ശോഭ മാളിൻ്റെ ഈ ഒരു ഭാഗത്ത് MNBയുടെ പണികളായിരുന്നു. MNBകളുടെയും കാനകളുടെയും അതേപോലെ കൾവെട്ടിൻ്റെയൊക്കെ പണിയായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു MNBയുടെ പണികൾ അവസാന ഘട്ടത്തിലായിട്ടുണ്ട്. അതാണ് ഞാൻ പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞിട്ടില്ല. ചില സ്ഥലത്ത് ഫുട്പാത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കിംഗ് പണികൾ ബാക്കിയുണ്ട്. ഈ ഒരു കോൺക്രീറ്റ് റോഡിലൊന്നും മാർക്കിംഗ് കഴിഞ്ഞിട്ടില്ല. അതേപോലെ നടുഭാഗത്ത് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പാലം പുതുക്കി പണിത പാലം. ഇവിടെ ഒരു പുതിയൊരു പാലം വന്നിട്ടുണ്ട്. നിലവിലുള്ള പാലം 2 വരി അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കരാറുകാരൻ്റെ അനാസ്ഥ. ഇവർ കുറച്ച് ഭാഗം ഈ ഒരു കോൺക്രീറ്റ് കൊണ്ട് ചെയ്ത് കണ്ട് ബാക്കിയുള്ള സ്ഥലം മാന്തി പൊളിച്ചിട്ട് കണ്ട് ഇത് നോക്കി നടത്തേണ്ട ഉദ്യോഗസ്ഥർ അവർ തോന്നിയ പോലെ അങ്ങോട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ കരാറുകാരനെ മാറ്റിയിട്ട് വേറെ ആളെ നിയമിച്ചു. അങ്ങനെയൊക്കെയാണ് ഈ ഒരു പാതയുടെ തൃശ്ശൂർ കുന്നംകുളം പാതയുടെ പണികൾ ഇത്ര എളുപ്പത്തിൽ അല്ലെ എളുപ്പം നമുക്ക് പറയാൻ പറ്റൂല. കാലങ്ങളോളം വർഷങ്ങളോളം ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾ തെറിയും പറഞ്ഞ് ഊരൻ്റെ ഡിസ്ക് ഇളകി ഇതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാരുടെ പണിയോടുള്ള മുഹബത്തും കരാറുകാരൻ്റെ ആ ഒരു ആത്മാർത്ഥതയും കാരണം വർഷങ്ങളോളം ഇതിലൂടെ ആളുകൾ ദുരിതം അനുഭവിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. ഏതായാലും ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടി എടുത്തിട്ടുണ്ട്. കരാറുകാരനെ മാറ്റി. ഇതാണ് റോഡിൻ്റെ യഥാർത്ഥ വീതി കേട്ടോ. 4 വരി, 2 വരി ഇപ്പുറത്തും 2 വരി അപ്പുറത്തും. മീഡിയകളിൽ നല്ല അടിപൊളി ഒരു ഡിവൈഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മീഡിയകളിലാണ് ലൈറ്റ് ഉള്ളത് കേട്ടോ. ലൈറ്റിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. അതേപോലെ ഈ ഒരു റോഡിൻ്റെ എഡ്ജിൽ ഇപ്പോൾ മലയോര ഹൈവേയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ അവിടെ കട്ട വിരിക്കുന്ന പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് റോഡ് പെട്ടെന്ന് കേടുവരില്ല. എന്താല്ലേ ശോഭാമാളിൻ്റെ ആ ഒരു ഭാഗം കേട്ടോ. അതായത് കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ഭാഗമാണ്. ഒരുപാട് കാലം കാത്തിരുന്നു ഈ ഒരു കോലം ആക്കിയെടുക്കാൻ. ഞാൻ സത്യം പറയല്ലോ, നമ്മളെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഇപ്പോൾ കാസർഗോഡ് 1ാമത്തെ റീച്ച് ആയിക്കോട്ടെ, മലപ്പുറം ജില്ലയിലെ റീച്ച്, KMCയുടെ റീച്ച്, ഈ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു വീഡിയോക്കൊക്കെ ഒരുപാട് ആളുകൾ
കമൻറ്റ് ബോക്സിലൊക്കെ ഇഷ്ടംപോലെ ആളുകളൊന്ന് അഭിപ്രായം പറയും. കാരണം ആ ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ റെഡി ആയതുകൊണ്ടും ആ ഒരു NHAയുടെ ആളുകളുടെ കറക്റ്റായിട്ടുള്ള ഇടപെടലുകളും കൊണ്ട് പണിയിൽ വേഗത കൈവരിക്കാനായ ഒരു കമ്പനികൾക്കൊക്കെ പറ്റി. തോന്നിയ പോലെ NHAയുടെ ആളുകൾ ഈ ഒരു പണി നടത്തുന്നതിലേക്കൊന്നും വന്ന് നോക്കുന്നില്ല. ആ ഒരു ഇതുകൊണ്ടാണ് പല സ്ഥലത്തും വിള്ളലും തള്ളലും മറ്റേതൊക്കെ ഉണ്ടായി പോയത്. ഏതായാലും NHAയുടെ ഭാഗത്തു നിന്ന് കർശനമായിട്ടുള്ള ഈ ഓരോ സ്ഥലത്തും NHAൻ്റെ പണികൾ നോക്കാൻ വേണ്ടിയിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ആളുകളെ നിയമിച്ചിട്ടുണ്ട് NHA, നാഷണൽ ഹൈവേ അതോറിറ്റി. കേരള PWD റോഡിലും അതേപോലത്തെ ആരെങ്കിലും അല്ലെങ്കിൽ വലിയൊരു ഉദ്യോഗസ്ഥനൊക്കെ നിയമിക്കണം. എന്നിട്ട് ഈ ചില സ്ഥലത്തെ റോഡുകളൊക്കെ ആർക്കോ വേണ്ടി പണിയെടുക്കണം. ഒരു കലുങ്ക് നിർമ്മിക്കാൻ തന്നെ ഫണ്ട് പാസ്സാഞ്ഞിട്ടാണോ എന്താണ് സംഭവം എന്നറിയില്ല. ഏതായാലും കേരളത്തിൽ പല സ്ഥലത്തും റോഡ് നിർമ്മാണത്തിൽ വൻ ലാഗാണ് ചില സ്ഥലത്ത്. അതിനുവേണ്ടി ചില സ്ഥലത്ത് റോഡെല്ലാം അടിപൊളിയായിട്ട് പെട്ടെന്ന് പണി തീർന്നിട്ടുണ്ട്. അപ്പോൾ മലയോര ഹൈവേ ഒന്നും കാര്യമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം പണികൾ ഈ ചില റീച്ചിലൊക്കെ പെട്ടെന്ന് പണികൾ തീരാറുണ്ട്. നമ്മളെ ഭാഗത്തുള്ള മലബാറിലുള്ള ആളുകൾക്ക് കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള പ്രധാന റോഡ് ഇതായിരുന്നു. അതായത് കുറ്റിപ്പുറത്തു നിന്നാണ്ട് എക്സിറ്റ് ആയിട്ട് കുറ്റിപ്പുറത്തു നിന്നാണ്ട് ഇടത്തോട്ട് തിരിഞ്ഞ് കുന്നംകുളം, എടപ്പാൾ, ചങ്ങരകുളം വഴി അങ്ങനെ ഈ ഒരു SH 69 പിടിച്ചിട്ട് 544 അങ്ങോട്ട് കയറിക്കാന്നുണ്ടെങ്കിൽ അങ്കമാലി വരെ അടിച്ച് മിന്നിയാണ്ട് പോകാം. അപ്പോൾ ഇതായിരുന്നു പ്രധാന നമ്മുടെ റോഡ്. ഇനി നേരെ മറിച്ച് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകുകയെന്നുണ്ടെങ്കിലും ആളുകൾ ഈ ഒരു റോഡാണ് തിരഞ്ഞെടുക്കുക. കാരണം തൃശ്ശൂർ ജില്ലയിൽ പല സ്ഥലത്തും ഇടുങ്ങിയ റോഡുകളാണ്. പറവൂരങ്ങോട്ട് എത്തിക്കാന്നുണ്ടെങ്കിൽ പിന്നെ റോഡിൻ്റെ കോലം മാറി പഞ്ചായത്ത് റോഡാണ്. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് ഇതിലൂടെ ആളുകൾ പോയിരുന്നു. പക്ഷേ ആൾക്കാരെ ഡിസ്ക് ഇളകുകയും ചെയ്തതിന് വണ്ടീൻ്റെ ബസ്സേരൊക്കെ കോഴിക്കോട് തൃശ്ശൂർ റൂട്ടിലോടുന്ന ബസ്സിലെ ഡ്രൈവർമാരോടൊക്കെ ഈ ഒരു റോഡിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ അവർ തൃശ്ശൂർ സ്ലാങ്ങിൽ അവർ മറുപടി പറയുമ്പോൾ ഭയങ്കര രസമാണ്. 2 തെറിയൊക്കെ പറഞ്ഞിട്ട് ഏതായാലും പരിഹാരം ആയിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷം. ഈ ഒരു 10-15 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാനാണ് ഇത്ര താമസം എടുത്തത് എന്നുള്ളത് ഒരു സംഭവം തന്നെ കേട്ടോ. ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ, കരാറുകാരൻ്റെ ആ ഒരു മുഹബത്ത്, പണി തീർക്കണം എന്നുള്ളൊരു മുഹബത്ത് ഉള്ളതുകൊണ്ടൊക്കെ ഇടങ്ങേറായിട്ടുണ്ട്. ഏതായാലും സംഭവം ഇപ്പം എന്തായാലും കുറ്റിപ്പുറം മുതൽ തൃശ്ശൂർ വരെ അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇതാണ് 4 വരിയുടെ ആകാശ ദൃശ്യം. ഞാൻ രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഉഷാറാകും. പിന്നെ ഈ ഒരു 4 മീറ്റർ പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം ഏറ്റെടുത്തിട്ട് പൂർണ്ണമായിട്ടും 4 മീറ്ററിൽ ഈ ഒരു ഹൈവേ, ഈ ഒരു സ്റ്റേറ്റ് ഹൈവേ നിർമ്മിക്കാന്നുണ്ടെങ്കിൽ ഉഷാറായിട്ടുണ്ടാകും. ഇത് നിലവിലുള്ള സ്ഥലം, പുതുതായിട്ടുള്ള സ്ഥലം അക്യൂർ ചെയ്തിട്ടില്ല. ആ ഒരു നിലവിലുള്ള സ്ഥലത്താണ് ഈ ഒരു പാത നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ചില സ്ഥലത്ത് ഈ 4 വരി 3 വരിയല്ല, ഒരു ഈ ഇപ്പോൾ 2 വരി ഉള്ളത് 1.5 വരി ആയിട്ടൊക്കെ മാറുന്നുണ്ട്. ചില സ്ഥലത്ത് 1 വരി അങ്ങനെയൊക്കെ ഉണ്ട്. 1.5 വരി, അതായത് അവിടെ ഫുട്പാത്തൊക്കെ അടുപ്പിച്ചായിരിക്കും. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് വീതി കിട്ടിയിട്ടുണ്ട്. മീഡിയയിലുള്ള ഡിവൈഡർ, പിന്നെ U-ടേൺ പോയിന്റുകൾ എല്ലാ സ്ഥലത്തും ഇല്ല കേട്ടോ. അതൊരു മെച്ചാണ്. U-ടേൺ പോയിന്റ് മെച്ചാണെന്ന് പറഞ്ഞാൽ പ്രദേശത്തുള്ള ആളുകൾക്ക് ചിലപ്പോൾ തോന്നിയ പോലെ ആദ്യം കടന്ന പോലെ കടക്കാൻ പറ്റൂല. ദീർഘദൂര യാത്രക്കാർക്ക്, ഇതിലൂടെ പോകുന്ന ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് U-ടേൺ പോയിന്റ് ഇല്ലാത്ത സുഖമാണ്. 4 വരി നിർമ്മിച്ച് മീഡിയകളിൽ ഈ ഒരു ഡിവൈഡർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് കൂടും. അതുകൊണ്ട് U-ടേൺ പോയിന്റ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ട് ഒരു സുഖമാണ്. പിന്നെ നമ്മൾ ഹൈവേയിലൂടെ പോകുന്ന പോലെ ഒന്ന് ചീറിപ്പാഞ്ഞ് പോകരുത്. ഏത് നിമിഷവും ആളുകൾ U-ടേൺ എടുക്കും. പിന്നെ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഇവിടെയുള്ള ആളുകൾ കുറച്ച് നമ്മളെ ഭാഗത്തൊക്കെ വന്ന് നിന്നാൽ മതി. 1 കിലോമീറ്റർ അപ്പുറത്തു കൂടെ ഒക്കെ ചുറ്റി വളഞ്ഞ് വരുമ്പോൾ ആ ഒരു വിഷമമായിട്ട് മാറിക്കോളും. ഇടയ്ക്കിടയ്ക്ക് പുട്ടിൽ തേങ്ങ ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് കോൺക്രീറ്റ് റോഡും ആദ്യമുള്ള കരാർ, ഇത് പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് റോഡ് ചെയ്യാനായിരുന്നു പ്ലാൻ എന്ന് തോന്നുന്നു. പിന്നെയാണ് ഈ കരാറുകാരെ മറ്റേതൊക്കെ ആയിട്ട് പുട്ടിൽ തേങ്ങ പോലെ ഇടയ്ക്ക് കോൺക്രീറ്റും കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ബിറ്റുമൻ റോഡും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വീതിയില്ല കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ 1 വരി നല്ല അടിപൊളി വീതിയാണ്. ഇതൊക്കെയാണ്. ഇത് 1.25 ആയി, 1.5 1.25 1 മാറുന്നുണ്ട്, 1.5 ആകുന്നുണ്ട്, 1.25 ആകുന്നുണ്ട്. വേണ്ട, ഇവിടെ ഒന്നും വീതിയില്ല. സ്ഥലം അക്യൂർ ചെയ്തിട്ടില്ല. നിലവിലുള്ള റോഡ് എങ്ങനെയാണോ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വീതി കൂട്ടിയിട്ടുണ്ട്. തൃശ്ശൂർ മുതൽ കേച്ചേരി വരെ ഇത് ഫുള്ളായിട്ട് അങ്ങനെ 4 വരിയിലല്ല പാത കടന്നു പോകുന്നത്. കുറച്ച് ഭാഗം ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും ആ ഒരു ഭാഗത്ത് മാത്രമാണ് 4 വരി. ഇതൊന്നും 4 വരി എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ഡൗട്ടുണ്ടോ ഞാനെങ്ങനെ വീഡിയോ എടുക്കണം എന്നുള്ളത്? വാഹനം ഓടിക്കാൻ വേറെ ആളുണ്ടാകുമ്പോൾ ഞാൻ പിറകിൽ നിന്ന് ഇതേപോലെ വീഡിയോ എടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഡ്രോണ് പിന്നെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഞാൻ പറത്തും. ഹൈവേ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ പോകാം. പക്ഷേ ഇത് നമ്മൾ മരങ്ങളും കാര്യങ്ങളും ക്രോസ് ചെയ്ത് പോകണോണ്ട് കാണാൻ പറ്റില്ല. അതൊക്കെ പോട്ടെ. ഇതിലൂടെ യാത്ര ചെയ്തതിന് നിങ്ങൾ 1 വർഷം മുമ്പ് ഈ ഒരു റൂട്ടിലൂടെ പോയോനെ എന്തായാലും മനസ്സിൽ പിരായി എന്ന് പറഞ്ഞാൽ പ്രാഗി പറഞ്ഞിട്ടായിരിക്കും ഇതിലൂടെ പോകുക. അതായത് ഇനി പുറത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കണ്ട്. കാരണം അത്രയും മോശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിലും ന്യൂസിലും അതേപോലെ റീൽസൊക്കെ കണ്ടുണ്ടാക്കും. ഞാനെന്താ വെച്ചാൽ ഇതിലൂടെ
യാത്ര ചെയ്ത ആളുകൾക്ക് എനിക്കൊന്ന് ഈ നമ്മളെ ഏരിയയിലുള്ള ആളുകൾക്ക് ഒരുപാട് ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഓരോട് പറയണ കാര്യമില്ല. അപ്പോൾ ഓലെ മനസ്സിൽ ആ ഒരു സംഭവം ഉണ്ടാകും. അതിൽ നിന്ന് ഒരു മോചനം കിട്ടിയിട്ട് ഇതിലൂടെ പോകുമ്പോണ്ടല്ലോ വേറെ ലെവലാണ്. കേച്ചേരി എത്തുന്നതിന് മുമ്പുള്ള കൈപ്പറമ്പ് ഭാഗം വരെയാണ് 4 വരി വീതിയിൽ ഈ ഒരു സംസ്ഥാന പാത 69 കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ കേച്ചേരി ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ്, അതിലൂടെയുള്ള യാത്ര അടിപൊളിയാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ കുറേ മാസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പെരുമ്പിലാവ് ഭാഗമൊക്കെ അക്കിക്കാവ് ഭാഗത്തൊക്കെ റീടാറിങ് പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഈ ഒരു പണി നടത്തുന്ന കമ്പനിയുടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊന്ന് കാണിച്ചതാണ്. ഇവിടുന്ന് ഇതാണ് സംസ്ഥാന പാത 69. ഇവിടെ നമ്മൾ ഈ ഒരു വണ്ടി റൈറ്റിലോട്ട് കട്ട് ചെയ്യുന്ന പോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിലേക്ക് അങ്ങോട്ട് കയറണം. പട്ടാമ്പി ഷൊർണൂർ റോഡാണ്. അത് നേരെ അങ്ങോട്ട് പോരുത് കേട്ടോ. അത് നേരെ പോയിക്കാന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിലേക്ക് എത്തും. ഇവിടെ നമ്മൾ പോയതിനു ശേഷം അവിടെ കറക്റ്റായിട്ടുള്ളൊരു ബോർഡ് വെച്ചിട്ടില്ല. ബോർഡ് വെക്കണം. ഇതാണ് ഇവിടെ നിന്നാണ്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തുകൊണ്ട് ഈ റോഡ് നേരെ പോകരുത്. നേരെ പോയിക്കാന്നുണ്ടെങ്കിൽ നേരെ പട്ടാമ്പി ഷൊർണൂർ അങ്ങനെ അങ്ങോട്ട് പോകും. റൈറ്റ് കട്ട് ചെയ്തതിനു ശേഷം ആദ്യം കാണുന്ന ലെഫ്റ്റ്, ഇവിടെ കറക്റ്റായിട്ടുള്ളൊരു ബോർഡ് കൊടുക്കണം. ഇതാ റോഡിൻ്റെ അത് മാത്രമേ ഉള്ളൂ. റോഡിൻ്റെ ഡീറ്റെയിൽ, കരാറുകാരൻ്റെ ആ ഒരു നമ്പറും കാര്യങ്ങളും മാത്രം. ഇവിടെ നേരേക്ക് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് എന്നുള്ള നല്ലൊരു അടിപൊളി ബോർഡ് എടുക്കണം. എന്നാലും ആൾക്കാർക്ക് ഇതിലൂടെ പോകാൻ പറ്റുള്ളൂ. കാരണം ഇതിലൂടെ ഡെയിലി പോകുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഫസ്റ്റ് റൈറ്റിൽ കട്ട് ചെയ്യുക, പിന്നെ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യുക. റോഡ് അങ്ങനെ നേരെ പോകരുത്. പിന്നെ അങ്ങോട്ട് സുഖമായിട്ട് പോകാം. ഇവിടെ ഈ ഒരു ഭാഗത്ത് മാത്രമേ കുറച്ച് തിരക്കുണ്ടാവുള്ളൂ. കാരണം ഇവിടെ ചെറിയൊരു അങ്ങാടിയാണല്ലോ, കേച്ചേരി അങ്ങാടി ആയതുകൊണ്ട്. പിന്നെ അങ്ങോട്ട് സുഖമായിട്ട് പോകാം. കുന്നംകുളം ടൗൺ ഒഴിവാക്കിയിട്ട് പോകുന്ന ആളുകൾക്ക്, ദീർഘദൂര യാത്രക്കാർക്ക് ഈ ഒരു റൂട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോഴും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോഴും കുന്നംകുളം ടൗൺ ഒഴിവാക്കിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കുന്നംകുളം ഭാഗത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ റോഡ് മോശമായിരുന്ന സമയത്ത് ഒരുപാട് ബസ്സുകൾ ഇതിലൂടെ പോയിരുന്നു. ആ ബസ്സുകൾക്കൊക്കെ നല്ല രീതിയിൽ ഫൈൻ ഈടാക്കിയിട്ടുണ്ട്. കുന്നംകുളം ടൗൺ സ്കിപ്പ് ചെയ്തിട്ട് അവർ ഇതിലൂടെ കട്ട് ചെയ്ത് പോകും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത്രക്കും മോശം എന്ന് പറഞ്ഞാൽ പച്ച മോശമായിരുന്നു അന്നത്തെ റോഡ്. അവരെ സമയത്തിന് വിലയുണ്ടാവില്ല. മറ്റേത് പറഞ്ഞാൽ ആൾക്കാർ കുന്നംകുളം സ്കിപ്പ് ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് ബസ്സുകൾക്ക് ഫൈന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അന്ന് ഈ ഒരു കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് പണി കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ 1 വർഷത്തിന് മുകളിലായി. ഇത് തുറന്നെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിലൂടെ പോകാൻ പറ്റുന്നതുകൊണ്ട് കുറച്ച് ഒരു 10-15 മിനിറ്റൊക്കെ നമുക്ക് ലാഭിക്കായിരുന്നു. 10-15 മിനിറ്റ് അല്ല, പീക്ക് സമയമാണെന്നുണ്ടെങ്കിൽ, നല്ല ബ്ലോക്കുള്ള സമയം എന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂറിലേറെ സമയം നമുക്ക് ലാഭിക്കാമായിരുന്നു ഈ ഒരു കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് ഉള്ളത് കൊണ്ട്. ഏതായാലും പാടത്തിപ്പം പച്ചപ്പില്ല, നെല്ല് കൊയ്യാനുള്ള ഒരു ഇതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു പച്ചപ്പ് കാണാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നല്ല അടിപൊളി പച്ചപ്പായിരുന്നു. അങ്ങോട്ട് കുറേ ആൾക്കാരന്ന് എഡിറ്റ് പറ്റുമെന്നൊക്കെ പറയുന്നു. ഈ നെല്ല് ആ ഒരു കൃഷി തുടങ്ങുന്ന സമയം, നെൽകൃഷി തുടങ്ങുന്ന സമയത്തുള്ള ഒരു പച്ചപ്പ്, സംസ്ഥാനത്തെ കൂടി ഉണ്ടല്ലോ, നെൽകൃഷി തുടങ്ങുന്ന സമയത്തുള്ള ഒരു പച്ചപ്പ് അതൊരു അടിപൊളിയാണ്. അന്ന് ഫസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്തത് ഈ ഒരു യെല്ലോ മാർക്കിങ്ങോ ഫുട്പാത്തിൽ യെല്ലോ ബ്ലാക്ക് കളർ ചെയ്യുന്ന പണികളോ അങ്ങനെ പരിപാടികളൊന്നും നടന്നിട്ടില്ല. അതേപോലെ ക്രാഷ് ബാരിയറിന് കൈവരിക്ക് ഇതേപോലത്തെ കളർ ചെയ്യുന്ന, കൈവരി കളർ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്ര ഒരു ഇതിൽ നമുക്ക് കിട്ടിയിരുന്നില്ല. ഈ ഒരു നടുവിലുള്ള ലൈൻ മാർക്കിംഗ്, റോഡ് മാർക്കിംഗ് അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡിലുള്ള മാർക്കിങ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പച്ചപ്പില്ലാത്തതുകൊണ്ട് ആ ഒരു കുളിർമ കിട്ടുന്നില്ല കേട്ടോ. വൈകുന്നേരമൊക്കെ നല്ല രസമാണ്. വൈകുന്നേരമൊക്കെ ഇവിടെ നല്ല ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയുള്ള സ്ഥലമാണ്. ഈ ഒരു എയ്യാല് ഭാഗത്ത് 2-3 ടീ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. പച്ചപ്പില്ലേ, ഫുള്ള് മഞ്ഞ കളറ്. അതായത് നെല്ല് കൊയ്യാനായിട്ടുണ്ട്, മെഷീനും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന പാതയിലെ ഒരു അടിപൊളി റൂട്ട്. ഇത് PWD റോഡാണ്. സംസ്ഥാനത്തിന് കീഴിലുള്ളൊരു പാതയാണ്. മറ്റേത് സ്റ്റേറ്റ് ഹൈവേ ആണ്. അതിൽ മേൽക്കുറ്റിയിൽ പച്ച കളറും വെള്ള കളറാണ് ഉണ്ടായാൽ അതാണ് സ്റ്റേറ്റ് ഹൈവേ. പച്ചയും വെള്ളയും കളറിലുള്ള മേൽക്കുറ്റികൾ കാണുന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ഹൈവേ. മഞ്ഞയും കറുപ്പാണെന്നുണ്ടെങ്കിൽ അത് നാഷണൽ ഹൈവേ. നീല കളറിലുള്ള അതായത് നീല കളറിലുള്ള മേൽക്കുറ്റികൾ കാണുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് വേ. ഇന്ത്യയിൽ വളരെ ചുരുക്കം എക്സ്പ്രസ് വേകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ എക്സ്പ്രസ് വേയിൽ നീല കളറിലുള്ള മേൽക്കുറ്റികളാണ്. എക്സ്പ്രസ് വേകളൊക്കെ ഇപ്പോഴായി വന്നതാട്ടോ. ഏതായാലും സംഭവം രക്ഷയില്ല മക്കളെ. ഈ ഒരു കേച്ചേരി അക്കിക്കാവിലൂടെയൊക്കെ നിങ്ങൾ പോകണം കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ആളുകളും മലബാർ മേഖലയിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു കുന്നംകുളം ടൗൺ സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റിയുള്ള ഒരു അടിപൊളി റൂട്ടാണ് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ്. അക്കിക്കാവിൽ നിന്ന് അവിടെ ആ ഒരു റോഡ് വന്ന് ചേരുന്ന ഇതാണ്. നമ്മൾ ആ ഒരു SH69 ഇവിടെ നിന്നാണ് വന്ന് ചേരുന്നത്. ഇവിടെയും റോഡിൻ്റെ ബോർഡ് കൊടുത്തിട്ടില്ല. ഇവിടെ നേർക്ക് ബോർഡ് കൊടുക്കണം. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് സ്റ്റാർട്ട്, അങ്ങനെ ബോർഡ് കൊടുക്കണം. എന്നാലേ ആൾക്കാർക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പുതിയ റോഡ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ആൾക്കാർക്ക് പോകാനുള്ളതല്ല.
അപ്പോൾ സുഹൃത്തുക്കളെ, ഒരുപാട് കാലം മനസ്സിലും അല്ലാതെയൊക്കെ തിറയൊക്കെ പറഞ്ഞു പോയിരുന്ന തൃശ്ശൂർ കുന്നംകുളം റോഡിൻ്റെ ആ ഒരു പഴയ കോലം ഒന്നായി മാറിയിട്ടുണ്ട്. ഇനി സുഖമായിട്ട് ഇതിലൂടെ പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ. ഏതായാലും സുഹൃത്തുക്കളെ, വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.